ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലുള്ള ബീഫ് ചില്ലി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബീഫ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് 1 കിലോ, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, സോയ് സോസ് 2 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഓണിയൻസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, ബെൽ പെപ്പർ വലിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തത് 1 എണ്ണം, സവോള വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പച്ചമുളക് 2 പിളർന്നത് 4 എണ്ണം, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 3/4 കപ്പ്, ലെമൺ ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ആവശ്യത്തിന് ഉപ്പും എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ് സോസിൽ നിന്നും 1 ടേബിൾ സ്പൂൺ സോയ് സോസും 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. ബീഫ് 3/4 ഭാഗത്തോളം വെന്താൽ മതി. ആദ്യത്തെ വിസിലിപ്പോൾ അടിച്ചു. ഇനി ഇത് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ബെൽ പെപ്പർ എന്നിവയിട്ട് വഴറ്റുക. ഇത് കുറേ വഴന്നു പോകണ്ട, 1 മിനിറ്റോളം വഴറ്റിയാൽ മതി. ബെൽ പെപ്പറും സവോളയും ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഈ സെയിം പാനിലോട്ട് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് വഴറ്റുക. ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന ബീഫ് സ്റ്റോക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതാണിത്. ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള സോയ് സോസ് ഇതിലോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്കിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലോട്ട് ഇതൊഴിച്ച് മിക്സ് ചെയ്യുക.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഗ്രേവി കുറുകുന്നത് വരെ കുക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് ആഡ് ചെയ്യുക. ഇനി നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന ബെൽ പെപ്പറും സവാളയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റോളം കുക്ക് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ ബൈ.